ടീച്ചറെ നിങ്ങൾ എന്നോട് ഈ പണി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പിന്നെ ടീച്ചർക്ക് വേറെ നിവൃത്തിയില്ല കേട്ടോ ഇക്രു. പതുക്കെ കുടിക്കിക്രു. ടീച്ചറിനോട് മിണ്ടണ്ട. ഞാൻ ടീച്ചറുടെ തെറ്റിക്ക. ഞാൻ ഇന്നലെ സൂചിക്കാൻ വന്നത് ഓരല്ലേ പറഞ്ഞത്. അപ്പൊ ടീച്ചറെ ഇന്നെ പിടിച്ചെടുത്തില്ലേ? ഇനി മതിക്രു. ആ ക്ലാസ്സിലെ വെള്ളം മൊത്തം തീർന്നു. ആ ക്ലാസ് അങ്ങോട്ട് വെക്ക്. ആ ക്ലാസ് കൂടി കടിച്ച് തിന്നാതെ. ക്ലാസ് അവിടെ വെക്കണമെന്നൊക്കെ ഇച്ചറിയ ടീച്ചറെ. ഞാനവിടെ വെച്ചോണ്ട്. എന്നാലും നിങ്ങൾ ഇന്ന് സൂചി വെക്കാനേ പിടിച്ചെടുത്തില്ലേ? അത് ഞാൻ മറക്കൂല എന്തായാലും. മതി. ഇനി ഇവിടെ കരഞ്ഞ് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയിക്രു. അല്ലെങ്കിൽ ഞാനിപ്പോ ഇനി സൂചി വെക്കാൻ പറയും. അപ്പൊ ടീച്ചറെ ഞാൻ പറഞ്ഞവർക്കൊക്കെ സൂചി വെക്ക ടീച്ചറെ. നല്ല ഇച്ചിരി രസം ഉണ്ടാവുള്ളൂ. നീ ഇതിപ്പോ ഓല് പറയാൻ വന്നിട്ട് ഓൽക്കൊട്ട് കിട്ടിയതുമില്ല. വേണ്ടാന്ന് വെച്ച് എനിക്കൊട്ട് കിട്ടുകയും ചെയ്തു. അത് സാരില്ലിക്രു. ഞാനേ അവരെ മെല്ലെ പോയി പിടിച്ചോണ്ടട്ടെ. ഇന്നാലേ ടീച്ചർ സമയം കളയണ്ട. അതാ ഈ ചെടിയുടെ ബാക്ക് തന്നെ ഉണ്ട് ചക്കി. ഞാനേ ചക്കിനെയും മീനുനെയും ആരും വെറുതെ വിടില്ല. ടീച്ചറെ എന്തായി നിക്കണേ? സമയം നോക്ക്, രാത്രിയായി. ഞങ്ങൾ ഇനി എങ്ങനെ പോവാനാ? അല്ല ടീച്ചറെ, ഈ കുട്ടികളൊക്കെ ഇനി എങ്ങനെ പോവാ? അവരുടെയൊക്കെ രക്ഷിതാക്കളോട് വരാൻ അറിയിച്ചിട്ടുണ്ട്. എടി ചക്കി അങ്ങോട്ട് നോക്കടി. ഓലെന്നെ സൂചി വെക്കാൻ ഇങ്ങോട്ട് തെരഞ്ഞു വന്നിക്ക തോന്നുന്നു. പ്രിയേച്ചി ഞങ്ങൾ പോണോ പ്രിയേച്ചി? എടി ചിന്നോ, ഇത് വെറുതെ പ്രിയേച്ചിനെ വിഷമിപ്പിക്കാതിരിക്കുന്നു. അതിന് വേണ്ടി ചിന്ന നോക്കിയേക്കാം. ഞാൻ ഇതപ്പ പോയിട്ട് സൂചി വെച്ചിട്ട് വരും. എന്നാ ധൈര്യം സുഞ്ഞാപ്പൊന്ന് പോയി സൂചി വെച്ചാ. ഇത് നോക്കിക്കോ, ഞാൻ ഇതപ്പഴേ സൂചി അങ്ങോട്ട് വെച്ചിട്ട് വരും. ഒരു വരുത്തോല്ലേ പെണ്ണേ, നല്ല വെട്ടുണ്ടാവും കുഞ്ഞാപ്പോ. ഇതൊന്നും മിണ്ടാതിരുന്ന ചിന്നോ, ഞാൻ ഇതെത്ര കണ്ടതാ. ഞാനേ സൂചി വെക്കാൻ പോയിട്ട് ഇങ്ങക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്റെ പിന്നാലെ വന്നോണ്ട് എല്ലാരും. എന്നാ കുഞ്ഞാപ്പ ആദ്യം പോ, എന്നിട്ട് ഞങ്ങളും വരാം. എടി ചക്കി, ഓലുണ്ടല്ലോ ആ പ്രിയേച്ചി പറഞ്ഞിട്ട് കൊടുക്ക തോന്നുന്നുട്ടോ ടീച്ചറേ. ആഹാ, കുഞ്ഞാപ്പ് നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ വന്നല്ലോ. കുഞ്ഞാപ്പ് അല്ലേ ടീച്ചറെ, ഞാൻ എത്ര പേര് പറഞ്ഞിക്കണു മൊയ്തീൻ വിളി. ഓ സോറി. മൊയ്തീനെ മറ്റുള്ളവരൊക്കെ എവിടെ? അങ്ങനെ തേടി വള്ളിയൊക്കെ കാല് ചുറ്റി. അല്ല ടീച്ചറെ, നീ അങ്ങോട്ട് മാറി നിൽക്കൂ. അല്ലെങ്കിലേ ഞാൻ അവിടെ നിന്ന് ഒരു കുത്തും കൂടി മേടിച്ചു തരൂട്ടോ സൂചി. ഓ ഓന്റെ ചിരിയാണ്ട വിചാരിച്ചവൻ ചോക്ലേറ്റ് തിന്നാനാ വന്നേക്കണെന്ന്. ഇങ്ങോട്ട് വരി വന്ന് നിന്നോളൂ. ചിന്നു വാ. അങ്ങനെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കും ഇതിനെ. ആ പൊടിമോൾ എത്തിയല്ലോ. കുത്ത് കിട്ടണേ മുന്നേ തന്നെ കരയാൻ തുടങ്ങിയോ പൊടിമോളെ നീ? അത് പിന്നെ എന്റെ അമ്മച്ചിനെ കാണാൻ പൂതിയാകുന്നുണ്ട് ടീച്ചറെ. അയ്യേ, ഇത്ര വലിയ കുട്ടിയായിട്ട് കരയാനോ? ഉമ്മച്ചൊക്കെ ഇപ്പൊ വരുന്നുണ്ടല്ലോ അവിടുന്ന്. പ്രിയേച്ചി ഞങ്ങൾ പോണോ? ഒന്നും കൂടി ആലോചിച്ചോക്ക് പ്രിയേച്ചി. ഞങ്ങൾക്ക് വേദനിച്ചാലേ പ്രിയേച്ചിക്ക് സങ്കടാവൂലേ? എനിക്ക് ഒരു സങ്കടമല്ല ചിന്നോ. മിന്നോ നിങ്ങൾ രണ്ടുപേരും പോയിക്കോട്ടോ. അതൊക്കെ ഞാൻ അങ്ങോട്ട് സഹിച്ചോണ്ട്. അല്ലെങ്കിൽ സ്നേഹമല്ലാത്ത പ്രിയേച്ചി. അങ്ങനെ മീനു അവർക്ക് ഇപ്പൊ കിട്ടും കുത്ത്. കാണാൻ റെഡിയായിക്കോ. ആ ചിന്നു കാരണം കാണാൻ എന്ത് ചേലാണ്. അല്ലേ ചക്കി, നീ ശ്രദ്ധിച്ചോ? ആ തക്കുടവാന് കാണാനല്ലോ. അവളെവിടെ പോയി? എടി പെണ്ണുങ്ങളെ, നിങ്ങൾ എന്നെ സൂചി വെച്ചപ്പോഴേ ഒന്ന് രക്ഷിക്കാൻ വന്നത് ഇവിടെ മറിഞ്ഞു നിൽക്കല്ലേ ചെയ്തത്? ആ അങ്ങനെ ചോദിച്ചു നോക്കിക്രൂ. നീ മിണ്ടണ്ട. കൂട്ടുകാരനത്ര കൂട്ടുകാരൻ. എന്ത് കൂട്ടുകാരനാണോ നീയൊക്കെ? അത് ശരി, ഇപ്പൊ അങ്ങനെയോ? ഇക്രു പൊട്ടാ, നിന്നോട് ഞാൻ എത്ര പേര് പറഞ്ഞതാണ് അവരിപ്പം പോണ്ട, അവര് പറഞ്ഞത് കേട്ടിട്ട് അതിന് നിക്കണ്ടെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കാൻ നീ പോയിട്ടല്ലേ? അതൊന്നല്ല ഇക്രു പിന്നല്ലേ ഈ അപ്പല്ലേ ഇവിടെ നിന്നിട്ട് നല്ല ചിരിയെന്ന്, നല്ല ചിരി. അതെപ്പോ? അതെ, നീ ചിരിക്കണതേ ഞങ്ങളൊക്കെ കണ്ടതാണ്. അല്ല മിനു, നീ കണ്ടില്ലേ? പിന്നല്ല, നമ്മളെ അവനോട് ചിരിക്കണ്ട പറയുമ്പോഴേ അവൻ ഇവിടെ നിന്നിട്ടേ ചിരിക്കലേന്നു. നമുക്കാണെങ്കിലോ ഭയങ്കര ടെൻഷനും ഇക്രോനെ സൂചി വെക്കണ കണ്ടിട്ട്. എന്നാലും അപ്പോ ഇതിന്നോടെ ഇങ്ങനെ കാട്ടിയില്ലേ? ഒപ്പം നടന്നിട്ട് ഒരിത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോ? കൂട്ടുകാരനത്ര കൂട്ടുകാരൻ. എടേ ഇക്രു, നീ അവരെ വിശ്വസിക്കരുത്.